വടക്കാഞ്ചേരി എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തിയുള്ള ഒരു മണ്ഡലമാണ്. അനിലക്കരയാണ് അവസാനമായിട്ട് 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. 2021 അദ്ദേഹത്തിന് അവിടെ പരാജയപ്പെടേണ്ടി വന്നു. കാരണം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളെ പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചതിന് അതുകൊണ്ട് മാത്രമാണ് അന്ന് അനിലക്കര അവിടെ പരാജയപ്പെടാനായിട്ടുള്ള കാരണം. എനിക്ക് തോന്നുന്നു അവിടെ ഒരുപക്ഷെ വീണ്ടും അനിലക്കരയെ തന്നെ മത്സരിപ്പിക്കുകയോ അല്ലെങ്കിൽ അനിലക്കരയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളെയോ അല്ലെങ്കിൽ കോൺഗ്രസ് വേറൊരു ആളെ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത് അവിടെ KPCC സെക്രട്ടറി ആയിട്ടുള്ള രാജേന്ദ്രൻ അരിക്കാട്ടോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ജനസ്വീകാര്യത, ഇവരുടെ സ്വന്തം പഞ്ചായത്തുകൾ കൂടുതലുള്ള ഒരു പ്രദേശമാണ് ഈ വടക്കാഞ്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വടക്കാഞ്ചേരിയിൽ ഏത് നേതാവിനെ അവതരിപ്പിക്കുന്നു, ആ നേതാവിന് തങ്ങളുടെ പഞ്ചായത്തിൽ എത്ര വോട്ട് ലീഡ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വടക്കാഞ്ചേരിയിലെ ഇതിൻ്റെ വിജയം ഇരിക്കുക. പക്ഷേ അപ്പോഴും വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇപ്പോഴും ഒരു റിയൽ ഫാക്റ്റായിട്ട് നിൽക്കുന്നത് അനിൽ അക്കര തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട.